ഇങ്ങനെയുള്ള ആൾക്കാരെ ട്രാപ്പിൽ പെടുത്തുക, എന്നിട്ട് അവരുടെ സ്വർണവും പണവും എല്ലാം എടുക്കുക, എന്നിട്ട് അവരെ പിന്നെ ചോദിക്കാൻ വരാതിരിക്കാനുള്ള ഇതിൽ അവരെ കൊലപ്പെടുത്തുക. പിന്നെ അവിടെ തന്നെ മറവും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും അന്വേഷണത്തിന് വരികയല്ലോ. കാരണം വേറെ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ചെന്ന് അവരുമായിട്ട് പങ്കുവെക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കൊന്നും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ചതിക്കുഴികൾ ഒത്തിരി വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയത്തില്ലല്ലോ അത് ഏതാ ചതിക്കുഴി എന്നും, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ കിട്ടുന്ന ആരാന്നൊന്നും അറിയത്തില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച ശേഷം തിരിച്ച് വീട്ടിൽ പോരുക. അല്ലാതെ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പോകാതിരിക്കുക. മനുഷ്യൻ്റെ ജീവന് അത്രമേൽ വിലയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ ഇത്. ഇത് സ്വത്തും ആഭരണങ്ങളും മാത്രം മതി മനുഷ്യർക്ക്. അല്ലാതെ ആ ഒരു മനുഷ്യൻ ജീവന് വിലയില്ലാത്ത രീതിയിൽ ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്നതല്ല. അതിരമ്പുഴ പഞ്ചായത്ത് കോട്ടയ്ക്കുപുറം വാർഡാണ്. ഇവിടെയാണ് ജൈനമ്മയുടെ വീട്. അവിടുത്തെ മെമ്പറാണ് സിനി ജോർജ്. സിനി ജോർജുമായിട്ടാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. നമസ്കാരം. പള്ളിയിൽ പോയതായിരിക്കും. പുള്ളിക്കാരൻ ഇങ്ങനെ ധ്യാനത്തിനൊക്കെ പോകുന്നതാണ്. അപ്പം ധ്യാനത്തിന് പോയാൽ അങ്ങ് പോയി. അപ്പം ധ്യാനം കഴിഞ്ഞ് വരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. എന്നിട്ടും കാണുന്നില്ലെന്ന് വന്നപ്പോഴാണ് പതുക്കെ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുന്നത്. പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് വേറെ മക്കളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയായിട്ട് ഇങ്ങനെ നടക്കുക. കരിസ്പലിലും റീത്താപ്പള്ളിയിലും ഒക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. കൃപാസനത്തിലും ഒക്കെ പോകുന്ന ആളാണ്. ഇലക്ഷന്റെ കാര്യത്തിനൊക്കെ പോകുമ്പോഴത്തേനും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. കുറച്ചൊരൊറ്റപ്പെട്ട ഒരു ഇതിലാണ് പോകുന്നത്. കാരണം ഇവര് കെട്ടിയോളും തന്നെ പുള്ളിക്കാരത്തി കൂടുതൽ ഭക്തി കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ട്. എന്നെ കാണാറുണ്ട്, അപ്പച്ചൻ ഞാൻ കാണുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്. ആ പുള്ളി മിക്കവാറും ആ കോട്ടമുറിക്ക് വണ്ടിയായിട്ട് കാണും, ആ വെയിറ്റിംഗ് ഷെഡിൽ കാണും. അപ്പോൾ പുള്ളിയെ കാണും, വർത്താനം പറയും. മനസ്സിലൊരു സമാധാനത്തിനായിരിക്കും പള്ളിയിൽ പോകുന്നത്. അങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോയതാണോ എന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരത്തി നടക്കുന്നതൊക്കെ. അപ്പോൾ ഇത് മോഹിച്ച് പുറകെ വന്നവരാണോ എന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഇപ്പം പോയി കഴിഞ്ഞാൽ ഒരു ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നാ പറയുന്നത്. ആരോടും പറയത്തുമില്ലെന്നാ പറയുന്നത്. ഇല്ല, അത് ശരിയാണ്. സ്ഥിരമായി കഴിയുമ്പോൾ പിന്നെ നമ്മളാണേലും അങ്ങനെ ആയി കഴിയുമ്പോൾ ചോദ്യമല്ല. പിന്നെ മക്കളൊന്നും ഇല്ലല്ലോ, ഇവർ രണ്ടുപേരും തന്നെയേ ഉള്ളൂ. ഇപ്പൊ ജൈനമ്മയുടെ വരുന്നു, ഇപ്പൊ തൊട്ട് പുറകെ ഇപ്പം ബിന്ദു പത്മനാഭന്റെ വരുന്നു, അതുപോലെ തന്നെ ഐഷാടെ വരുന്നു. ഇതൊക്കെ എന്താണ് ഇത് അറിഞ്ഞപ്പോ എന്താ തോന്നിയത്? ആ പുള്ളിക്ക് സമ്പത്തിനോടുള്ള കൂടുതൽ ആഗ്രഹമായിരിക്കും. അപ്പൊ എങ്ങനെയാണേലും ഒരു ജീവൻ കളഞ്ഞിട്ടായാലും കുറെ സമ്പാദ്യം ഉണ്ടാക്കുക, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കുക. അപ്പോൾ ഒരാൾ ജീവന് വിലയില്ല എന്നുള്ളത് തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാരെ ട്രാപ്പിൽ പെടുത്തുക, എന്നിട്ട് അവരുടെ സ്വർണവും പണവും എല്ലാം എടുക്കുക, എന്നിട്ട് അവരെ പിന്നെ ചോദിക്കാൻ വരാതിരിക്കാനുള്ള ഇതിൽ അവരെ കൊലപ്പെടുത്തുക. പിന്നെ അവിടെ തന്നെ മറവും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും അന്വേഷണത്തിന് വരികയല്ലോ. അങ്ങനെ പിന്നെ ദൈവം കാണുന്നില്ലേ, എന്തെങ്കിലും ഒരിക്കൽ ഇതൊന്നും തെളിയാതെ ഇരിക്കുകയല്ലോ. അങ്ങനെ വന്നിപ്പം തെളിഞ്ഞു വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സെന്റർ കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ വിളയാട്ടം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെബാസ്റ്റ്യന്റെ മനസ്സിന് സമാധാനം ഇല്ല, അപ്പം ധ്യാന കേന്ദ്രം വഴി പോകും. അപ്പം അങ്ങനെയുള്ളവരെ ഇവർക്ക് ഏകദേശം ഒരു സൈക്കോളജി പ്രകാരം അവർക്ക് ഏകദേശം മനസ്സിലാകുമായിരിക്കും. അപ്പോൾ അവരെ പതുക്കെ അടുത്തുകൂടി അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, അപ്പം വേറെ അന്വേഷിക്കാനോ ആരും വരുന്നില്ല എന്ന് കാണുമ്പം അവരെ എങ്ങനെയും കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നും കാര്യമല്ല എന്നുള്ള വിചാരത്തിലായിരിക്കും അവർ ഇത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ അവർക്ക് തോന്നിയതെന്നാണ്. ഇപ്പോൾ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും അവർ മുൻകൈ എടുത്ത് നിന്നാലല്ലേ ഉള്ളൂ നമ്മളുടെ ഇതിന്റെ പുറകെ സപ്പോർട്ടായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കേസ് കൊടുത്ത് ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ട്. സംസാരിക്കാറുണ്ട്. എന്താ പറയുന്നത്? പുള്ളി ആദ്യമേ പറഞ്ഞത് ജൈനമ്മയുടെ തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളി എന്ന് സാധാരണ പോലെ തന്നെ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി അത് തന്നെ എന്നോട് തിരിച്ച് വർത്താനം പറഞ്ഞു, അത്രയേ ഉള്ളൂ. പുള്ളി ഓട്ടോ ഓടിക്കുന്നുണ്ട്, എല്ലാവരും ബന്ധപ്പെട്ട് എല്ലാ മിക്കവാറും ദിവസം അതുവഴി പോകുമ്പോൾ കോട്ടമുറിക്ക് പുള്ളിയെ കാണും, പുള്ളി തിരിച്ച് കാണിക്കും. പുള്ളി സാധാരണ ജീവിതത്തിലോട്ട് പുള്ളിയൊക്കെ പോകുന്നത്. മെസ്സേജ് അല്ലേ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നവരും അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുള്ളവരും ഒക്കെ ഉള്ളവർക്കൊക്കെ ഒരു മെസ്സേജ് അല്ലേ ഇത്? അവരൊക്കെ ശ്രദ്ധിക്കുക. കാരണം വേറെ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ചെന്ന് അവരുമായിട്ട് പങ്കുവെക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കൊന്നും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ചതിക്കുഴികൾ ഒത്തിരി വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയത്തില്ലല്ലോ അത് ഏതാ ചതിക്കുഴി എന്നും, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ കിട്ടുന്ന ആരാന്നൊന്നും അറിയത്തില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച ശേഷം തിരിച്ച് വീട്ടിൽ പോരുക. അല്ലാതെ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പോകാതിരിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ആരെങ്കിലും നമ്മളെ ചൂഷണം ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ ഈ പുള്ളിയാണേലും മുതലെടുത്ത് ഇതിനെ കെണിപ്പെടുത്തിയതുമല്ല. അല്ല, അങ്ങനെയൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പുള്ളിക്കാരത്തിയുടെ വീട്ടിലെ ചുറ്റുപാടും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പുള്ളി ഇതിനകത്ത് ഇടപെടാനും വരികയില്ല, ഒന്നും വരികയില്ലായിരുന്നു. അപ്പം ഒരു കുഴപ്പം വരികയില്ലായിരുന്നു.
ഇന്നത്തെ സമൂഹം പഠിക്കേണ്ട ഒരു കാര്യമാണ്, പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇനി എന്താ അടുത്ത നടപടി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേണോ എന്നൊക്കെ ഒന്ന് പഞ്ചായത്ത് തലത്തിൽ നിന്ന് എന്തെങ്കിലും, കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഭവം പോലെയാണല്ലോ ഇപ്പം വന്നേക്കുന്നത്. അപ്പം പഞ്ചായത്ത് തലത്തിൻ്റെ എന്തെങ്കിലും സഹായങ്ങളോ വല്ലതും വേണോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് അതിനുള്ള നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാൻ നോക്കും. കാരണം ഒരു സ്ത്രീയുടെ ജീവനാണ്. അതെ, ജീവനാണ്. ഏത് സ്ത്രീ എന്നുള്ളതല്ല, അത് തന്നെ വാർഡിൽപ്പെട്ട ഒരാളുടെ ജീവനാണ്. അത് എന്താണ്, ജീവിച്ചാലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരണപ്പെട്ടാലും എന്നാലും ഒരു മൃഗീയമായ രീതി എന്നുള്ള രീതിയിലാണല്ലോ മനുഷ്യന്റെ ജീവനും അത്രമേൽ വിലയില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണല്ലോ ഇത്. ഇത്ര സ്വത്തും ആഭരണങ്ങളും മാത്രം മതി മനുഷ്യർക്ക്, അല്ലാതെ ആ ഒരു മനുഷ്യൻ ജീവന് വിലയില്ലാത്ത രീതിയിൽ ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്നതല്ല. അപ്പം അതിനെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കാൻ അവരുടെ ഒരു സഹകരണം ഇല്ലാതെ നമുക്ക് തന്നെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ അവരോടുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നടപടികൾ എടുക്കണോ എന്നുള്ളത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മനുഷ്യന്റെ കാര്യം അതല്ലേ, നമ്മൾ കാണുന്നതല്ലല്ലോ അവരുടെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്നത്. പൊന്നല്ല, അതാണ് ആളെടുത്തെറിയണം പൊന്നൊരച്ചെറിയണം എന്ന് പറയുന്ന പോലെ. മനുഷ്യനെ എത്ര അടുത്തെറിഞ്ഞാലും ഒരു പക്ഷേ നമുക്ക് അതാണ്, പരിചയമില്ലാത്തവരുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനും പോകണ്ട, ഒന്നും പോകാതിരുന്നാൽ ഈ പ്രശ്നം വരികയില്ല. നമുക്ക് അത്രയ്ക്ക് വേണമെങ്കിൽ പള്ളിയിൽ പോയിന്ന് അവിടെ അച്ഛനോടോ അങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ പറയുകയാണെങ്കിൽ അത്രയും വിഷയം വരുന്നില്ല. അല്ലെങ്കിൽ ബന്ധുക്കാരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല, പള്ളിയിലൊരു മേലധ്യക്ഷനുണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ട് വകയില അച്ഛന്മാരിരിക്കുന്നത് അവരുടെ ഇടവാംഗങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ വന്നെങ്കിൽ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കുക. അതങ്ങനെ അവിടെ വന്ന് പരിഹരിക്കാൻ നോക്കാതെ യാതൊരു പരിചയവും ബന്ധവും ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് പോയി പരിഹരിക്കാൻ നോക്കുന്നതാണ് ഇങ്ങനത്തെ വിഷയത്തിനൊക്കെ കാരണം വരുന്നത്. അന്നേരമാണ് ഈ വീട്ടിലെ സാഹചര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നതും അവർക്ക് ചൂഷണം ചെയ്യണമെങ്കിൽ ചൂഷണം ചെയ്യാനും വേണേൽ അപായപ്പെടുത്താനും എല്ലാം നോക്കുന്നത്. അതിലോട്ട് പോകാതെ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ കുടുംബം കൊണ്ട് തീർക്കുക, അല്ലെ അവിടുത്തെ കാരണവന്മാരുമായിട്ട് തീർക്കുക, അതുമല്ലേ പള്ളിയിലെ അച്ഛന്മാരുണ്ട് അവരുമായിട്ട് തീർക്കാൻ നോക്കുക. അവരൊക്കെ വന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാ കേസുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. അതിനൊന്നും പോകാതെ വേറെ യാതൊരു ബന്ധവും ഇല്ലാത്തവരുമായിട്ട് ഇങ്ങനെ നമ്മുടെ വിഷമങ്ങൾ പറയാൻ പോയതിനാണ് ഇതിനൊക്കെ ഒരു വിഷയമായി മാറുന്നത്. ചിലപ്പോൾ നിസ്സാരമായിട്ട് തീരേണ്ട കാര്യമായിരുന്നിരിക്കും, അതാണിപ്പോൾ അവരുമായിട്ട് പോയി മനുഷ്യൻ്റെ ജീവൻ തന്നെ പോയില്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും അമർത്തുക.